തിരുമൊക്കെ ഉണ്ടായിരിക്കട്ടെ. എനിക്ക് രണ്ട് സാക്ഷ്യം പറയാനുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മരുമകൾ ഒന്നരയാഴ്ച മുമ്പേ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ ഗുരുതരമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഹമ്പ് കടക്കുമ്പോൾ തെറിച്ച് വീണ് നടു റോഡിൽ വീണു. വീണ തലയാണ് അടിച്ച് വീണത്. സ്കാൻ ചെയ്തപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഫ്രാക്ചറും ഉണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് വിവരം അറിയിച്ചു. അച്ഛൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയും ബ്ലീഡിങ് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവമേ, ഓപ്പറേഷൻ കൂടാതെ ബ്ലീഡിങ്ങിൽ നിന്ന് ഫ്രാക്ചർ ക്രമേണ കൂടും. അവളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതുപോലെ യാതൊരു കുഴപ്പവുമില്ലാതെ മുഖത്തെ നീരുകളെല്ലാം മാറി ബ്ലീഡിങ്ങിൽ നിന്നു. അവളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. തലയ്ക്ക് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വേദനയുണ്ട്. അത് ക്രമേണ മാറുമെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ സഹോദരന് വേണ്ടിയാണ്. സഹോദരന് സലൈൻ ഗ്ലാൻഡിന് സ്റ്റോൺ ഉണ്ടായി, പഴുപ്പുണ്ടായി, ഭയങ്കര വേദനയും നീരുമായിരുന്നു. അത് ഞാൻ ആ വിവരം ഇവിടെ വിളിച്ച് പറഞ്ഞു, ലീനയോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കൂടാതെ പഴുപ്പ് പൊട്ടി സ്റ്റോൺ തനിയെ പോകണമെന്ന് അതുപോലെ തന്നെ സാധിച്ചു. 3 ദിവസത്തിന് ശേഷം അതുപോലെ സംഭവിച്ചു. ഈ ദൈവത്തിൻ്റെയും അത്ഭുതകരമായ സൗഖ്യത്തിനും കൃപകൾക്കും ദൈവനാമത്തിൽ ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തി നന്ദി പറയുകയും ചെയ്യുന്നു. മാതാവിനെ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ ഈ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും എല്ലാം നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മൾ തന്നെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്ന ടെസ്സിയുടെ കാര്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് വീണ്ടും തലയിൽ വലിയൊരു മുഴയും പെട്ടെന്ന് ബ്ലീഡിങ്ങുമൊക്കെ ഉണ്ടായപ്പോൾ തൽക്ഷണം ഇങ്ങോട്ടേക്ക് ഈ സഹോദരിയാണ് വിളിച്ച് പറഞ്ഞതും പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചതും. എല്ലാവരുടെയും നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. സൗഖ്യപ്പെട്ടു മടങ്ങി വീട്ടിലെത്തി. ഓപ്പറേഷൻ വേണ്ടി വരും എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. എന്നാൽ ദൈവം കരുണ കാണിച്ചു, സ്നേഹത്തോടെ അവിടെ സൗഖ്യപ്പെടുത്തി. നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.